ഇപ്പോൾ MLA TJ വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ TJ വിനോദ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇടപെടൽ നടത്തുകയാണ്, സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തുന്നു. ക്രിസ്തീയ സഭകളെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. എങ്ങനെ പരിഹരിക്കാമെന്നായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം? അല്ല, ഈ വിഷയം ഗവൺമെന്റ് വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. ഇത്രയും വഷളായി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ ഗവൺമെന്റ് ചില നിലപാടുകളാണ്. കാരണം ആ നിലപാടുകൾ നിന്ന് വ്യത്യസ്തമായി ഈ പ്രശ്നം ഗവൺമെന്റ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ മനസ്സിരുത്തി തീരുമാനിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് വഖഫ് ബോർഡാണ് പ്രധാനമായും എതിർത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായും വഖഫ് ബോർഡ് ഗവൺമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. വഖഫ് ബോർഡ് ചെയർമാൻ ആയാലും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇത് വർഗീയവാദികൾക്ക് മുതലെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഗവൺമെന്റ് പരമാവധി ശ്രമിച്ചത് എന്നുള്ള ആശയമാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്. ശ്രീ TJ വിനോദ്, അതാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും വൈകി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ അകത്ത് ഈ വിഷയം മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിച്ച് ഒരു വിഭാഗത്തിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വലിയ ഒരു വ്യായാമം ഇതിന്റെ പിന്നിൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റ് വിചാരിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാമായിരുന്നു. കാരണം ഈ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിം സംഘടനകൾ മുഴുവൻ, ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന എല്ലാ മുസ്ലിം സംഘടനകളും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അഭിപ്രായവും വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിച്ച ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തിലെല്ലാം ഗവൺമെന്റ് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ വളരെ നേരത്തെ നടത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒരു MLA എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത്തരമൊരു സാഹചര്യം ഒരുക്കാതെ മുതലെടുപ്പ് എന്ന് നമുക്ക് ഇതിനെ കാണാമോ? അല്ല, ആര് മുതലെടുത്താലും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കണമല്ലോ. അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അത് വഷളാക്കി കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കരുതും ഒരിക്കലും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വിഷയമുണ്ടായാൽ ആ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാണ്. പ്രത്യേകിച്ച് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആയി ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും ഗവൺമെന്റ് പോകരുതായിരുന്നു. കേരളത്തിലെ മുസ്ലിം സംഘടനകളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഈ രമ്യമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും കേരളത്തിലെ പ്രതിപക്ഷം അതിന് സർവാത്മന എല്ലാ പിന്തുണയും കൊടുത്ത് മുന്നോട്ട് പോയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്തൊന്നും ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ, ശക്തമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം വഖഫ് ബോർഡും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളും, ഇപ്പൊ വഖഫ് ട്രൈബ്യൂണലിന്റെ ചില നിലപാടുകൾ എതിരെ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഈ വിഷയം വീണ്ടും വീണ്ടും വഷളാക്കി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് TJ വിനോദ് പ്രതികരിച്ചതിന്. മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ KV തോമസ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, മതമേലധ്യക്ഷനുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് ആർച്ച് ബിഷപ്പിനെയാണ് കണ്ടത്. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടത്തുക എന്നതാണ്, ഒരു അനുനയ ശ്രമം സഭകളുമായി ചേർന്ന് നടത്തുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.